ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എടുക്കാം. പിന്നെ നമുക്ക് ചിക്കൻ വേണം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണേ. നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. ഞാനിന്ന് ചിക്കൻ കറി ചെയ്തെടുക്കുന്നത് ഉരുളിയിലാണേ. തേങ്ങ വറുത്തെടുക്കുന്നത് ഇതിൽ തന്നെയാണേ. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉരുളിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നോട് മറന്നുപോയതാണ്. ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് തേങ്ങ വറുത്തെടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാൻ ഈ സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും 1 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം സ്പൈസസ് ചേർത്ത് കൊടുത്താൽ ഒരു കുത്തൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. നമുക്കിത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തേങ്ങ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഉരുളിക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ തേങ്ങയുടെ ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ തന്നെയാണ് ചിക്കൻ കറിയും ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. സവാള ഒന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഇവിടെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിക്കൊന്ന് കളർ മാറി വരണം. ഇവിടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ച തക്കാളി ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇത് തുറന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതാ ഞാനിവിടെ തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണേ. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഒന്ന് സൈഡിലേക്ക് ആയിപ്പോയി, എന്നാലും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുതേ. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല മുളക് പൊടിയാണെങ്കിൽ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ സമയത്ത് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ചെറുതായിട്ടൊരു വൈറ്റ് കളർ വരില്ലേ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇവിടെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാനിതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിലല്ല ഉള്ളത്, ഇപ്പം ജാർഖണ്ഡിലാണ്. അതുകൊണ്ട് തന്നെ അധികം പാത്രങ്ങളൊന്നും കയ്യിലില്ല. അതുകൊണ്ടാട്ടോ ഇത്ര റിസ്ക് എടുത്ത് ഇതിൽ തന്നെ ചെയ്യുന്നത്.
പിന്നെ നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് ഇത് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ഇതിൽ ചിക്കൻ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച ഗരം മസാലയാണേ. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഞാനിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് തുറന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണേ. ചിക്കനൊക്കെ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചൊന്നും വെക്കണ്ട, തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് കുറച്ച് ടൈം തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് മാറി വരും കേട്ടോ. പിന്നെ ഞാൻ ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഞാനിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കുറച്ച് ടൈം അടച്ച് വെക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ല കളർ വരും കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഉരുളിയിൽ ചെയ്തെടുക്കുമ്പോൾ ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണേ. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ടൊന്ന് അഭിപ്രായം പറയണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.